എന്ന് നമ്മൾ സ്നേഹപൂർവം സ്മരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ഇവിടെ എത്തിയ സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലം MLA, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ MLA, അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണം നടത്തിയ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും നമ്മൾ ആരോഗ്യമായ നമ്മുടെ നെന്മേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജയാമുരളി അവர்களെ, അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുരേഷ് താളൂർ അവർ, അതുപോലെ തന്നെ നെന്മേനി പഞ്ചായത്ത് വാർഡ് മെമ്പർ ഫൈസൽ നേരത്തെ പറഞ്ഞ പോലെ എന്ത് കാര്യം പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് ഓടിയെത്തുന്ന പ്രിയങ്കരിയായ ശ്രീജ ബാലൻ അവരെ, അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഷമീർ പർവത്ത് അവരെ നീട്ടി വായിച്ച് പറയുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ് സമയം പരിമിതികൾ കാരണം. രാജീവ്, സുലൈമാൻ, മുൻ സർവോദയ ഗ്രന്ഥശാല പ്രസിഡന്റ് മധു, അതുപോലെ തന്നെ സന്തോഷ്, ഈ ക്ലബിൻ്റെ സെക്രട്ടറി യുവരശ്മി, ഇവിടെ കൂടിയിരിക്കുന്ന നല്ലവരായ എൻ്റെ നാട്ടുകാരെ, കുഞ്ഞുമക്കളെ, ഒത്തിരി സന്തോഷത്തോടെ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം കുറേ നാളുകളായി നമ്മുടെ ക്ലബ്ബ് ഒരു നിശ്ചലാവസ്ഥയിൽ തന്നെയായിരുന്നു. ഇത് നമ്മുടെ നാടിൻ്റെ ഒരു ഉത്സവമായി മാറ്റണമെന്ന് MLA പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെയുള്ള കൂട്ടായ്മയിലൂടെ മാത്രമേ നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാൻ കഴിയൂ. അതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇപ്പോൾ നാം എല്ലാം ആസ്വദിക്കാൻ പോകുന്ന ഗാനമേളയും മറ്റുള്ള പരിപാടികളും. നമ്മുടെ പിള്ളേരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പാവപ്പെട്ടതായ കുട്ടികൾക്ക് 10 A+ കിട്ടിയാലും ഒരിക്കലും ആരും അറിയില്ല, കാരണം നമ്മൾ പാവങ്ങളായത് കാരണം. പക്ഷെ അങ്ങനെയുള്ള പിള്ളേരെയും കുട്ടികളെയെല്ലാം ഇങ്ങനെയുള്ള ക്ലബ്ബുകൾ മുഖാന്തരം സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നതിൽ ഈ ക്ലബ്ബ് വഹിക്കുന്ന പങ്ക് വിസ്മരിക്കാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ MLA പറഞ്ഞിരിക്കുന്നു, പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായ ചേച്ചിയും പറഞ്ഞ അടിസ്ഥാനത്തിൽ ഒരു 10,000 രൂപയോളം രൂപയുടെ എങ്കിലും ബുക്ക് നമുക്ക് തന്ന് നമ്മുടെ ഗ്രന്ഥശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഗ്രന്ഥശാലയായി മാറ്റിത്തരുന്നതിനുള്ള ഒരു തീരുമാനം MLAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനുവേണ്ടി അക്ഷീണം പ്രയത്നിച്ച കുറേ ആളുകളുണ്ട്. നമ്മുടെ ഇതേപോലെ സെക്രട്ടറി സന്തോഷ്, അതുപോലെ തന്നെ ഖജാൻജിയായ സുലൈമാൻ, അവരെല്ലാം വളരെ സന്തോഷത്തോടെ തന്നെ നമ്മൾ ഓർക്കുകയാണ്. എല്ലാവിധ